പ്രൊഡ്യൂസേഴ്സിന് സിനിമയെ പറ്റി അധികം അറിവില്ലാതെ പ്രൊഡ്യൂസേഴ്സ് വരുന്ന ഒരു കാരണം കൊണ്ടാണ് ഈ കൺട്രോളർമാരുടെ തസ്തികന ഉണ്ടായത്. നേരത്തെ വെച്ചാൽ ഇതിന് ഒറ്റ തസ്തികയുള്ളൂ, മാനേജർ, ഒരു നിർമ്മാണ നിയന്ത്രണം ഒരാളെ ഉണ്ടായിരുന്നല്ലോ. ഞാനൊക്കെ ആദ്യം പണി തുടങ്ങുന്ന സമയത്ത് പ്രൊഡക്ഷൻ മാനേജറും കൺട്രോളറും എക്സിക്യൂട്ടീവും ക്യാഷർ അടക്കം നമ്മൾ പണി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പലരും അന്നത്തെ പ്രൊഡ്യൂസേഴ്സിന് നമുക്ക് സിനിമയെ പറ്റി ഒരു ധാരണയുണ്ട്. ആർട്ടിസ്റ്റുകളൊക്കെ മെയിൻ ആർട്ടിസ്റ്റുകളൊക്കെ പ്രൊഡ്യൂസറും സംസാരിച്ചിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ഒരു സ്പീഡിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ആർട്ടിസ്റ്റിൻ്റെയും മൊത്തം ഒരു സ്പീഡിലോ എന്താ പറയുക, ഇപ്പം നമുക്ക് ഒരാൾ ചെയ്യേണ്ട പണി തന്നെ 3-4 പേരായിട്ട് ചെയ്താലേ പറ്റുന്നുള്ളൂ. ഇപ്പം ഇപ്പം അങ്ങനെ ഒരു ശീലിച്ചു പോയി. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഈ മാനേജർമാരിലെ ഒരു സീനിയർ ആയിട്ട് അതെ, കുറച്ച് മൂത്ത് വരുമ്പോഴാണ് കൺട്രോൾ മാനേജർ എക്സിക്യൂട്ടീവ് മൂത്തിട്ട് കൺട്രോളാകുന്നു. ഇപ്പോൾ പഴശ്ശിരാജ് പോലത്തെ ഒരു വലിയ സിനിമ അങ്ങനെ വരുമ്പോൾ അതിനൊരു പ്രൊഡക്ഷൻ കൺട്രോളിന് പുറമെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരും മാനേജർമാരുടെ എണ്ണം കൂടുതൽ വരും. ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ടാവും, ലൊക്കേഷൻസ് കൂടുതലായിരിക്കും. നോർമലി ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ കൺട്രോൾ കൂടാതെ ഒരു 3 പേരെ മതിയാവും. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, മാനേജേഴ്സ്, പിന്നെ 3-4 അധികം വരുന്നത് പടത്തിനനുസരിച്ചായിരിക്കും ചെയ്യുക. ചിലപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന ഈ സിനിമയൊക്കെ വലിയ സിനിമ ആണെങ്കിൽ പോലും ഒരു എന്നെ കൂടാതെ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന 3 പേരാണ് ഇതിനകത്തുള്ളത്. ധാരാളം മതിയാവും. അത് കഥയുടെ വലിപ്പവും ലൊക്കേഷനും അനുസരിച്ചുമായിരിക്കും അതുങ്ങളുടെ എണ്ണം തീരുമാനിക്കുക. ചെറിയ പടത്തിന് ശരിക്കും പറഞ്ഞാൽ 2 പേര് 3 പേരെ കൂടുതൽ ഒട്ടും വേണ്ട. പ്രത്യേകിച്ച് വേറൊരു ലൊക്കേഷൻ മാനേജർ ഉണ്ടെങ്കിൽ 2 പേര് മതി. ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങൾ നോക്കാൻ കൺട്രോളറാവും, അവർ കയറ്റി വയ്ക്കാനും കാര്യങ്ങളും ലൊക്കേഷനിലെ കാര്യങ്ങളും നോക്കാൻ ഒരാൾ. ചെറിയ പടങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. പുതിയ കാലത്തെ പ്രൊഡക്ഷൻ കൺട്രോളറുടെ പ്രധാന ആയുധം എന്താണെന്ന് മനസ്സിലായി കാണും ഇല്ലേ? മൊബൈൽ ഫോൺ. 3-4 മൊബൈൽ ഫോണുകളാണ് ഓരോരുത്തരുടെയും കയ്യിലുണ്ടാവുക. പണ്ട് നമ്മൾ സിനിമയില്ല, ഈ മൊബൈൽ ഇല്ലാത്ത കാലത്ത് അറ്റ് എ ടൈം 3 പടമൊക്കെ ഞാൻ ഷൂട്ടിംഗ് അറ്റൻഡ് ചെയ്ത ആളാണ്. അന്ന് 3 പടം മൊബൈൽ ഇല്ലാത്ത കാലത്ത് വർക്ക് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇപ്പം ഒരു പടം വിത്ത് മൊബൈൽ വെച്ച് വർക്ക് ചെയ്യാം. സോമനും സുകുമാരനും കൂടെ അഭിനയിച്ച നീയോ ഞാനോ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്തിനടുത്ത് കോട്ടൂർ എന്ന് പറഞ്ഞ വനം പ്രദേശത്താണ് ഷൂട്ട് ചെയ്യുക. അന്നത്തെ കാലഘട്ടത്തിൽ മൊബൈലില്ല, ലാൻഡ് ലൈൻ ഉള്ളത് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 8 കിലോമീറ്റർ അകലെ കുറ്റിച്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അന്ന് നമ്മൾ ഇതേപോലെ പൊയ്ക്കുള്ളൂ, ഞാൻ വിളിച്ച് പറയാം, അങ്ങ് വിളിച്ച് പറഞ്ഞ് നീ വന്നാൽ മതി എന്നൊരു പ്ലാനിങ് ഇല്ല. എന്ത് വേണോ പ്രോപ്പർട്ടീസ് ഉൾപ്പെടെ നമ്മൾ എടുത്തു പോയില്ലെങ്കിൽ മടങ്ങാൻ വേറെ വഴിയില്ല. അന്ന് ഞാൻ ഈ കോട്ടൂർ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഫോൺ ചെയ്ത് നാളത്തെ കാര്യങ്ങൾ, അന്നെല്ലാം മദ്രാസിൽ നിന്നാണല്ലോ വരിക, ഏർപ്പാട് ചെയ്യണമെങ്കിൽ വണ്ടി എടുത്തിട്ട് കുറ്റിച്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരണം. അവിടെ വരുമ്പോൾ അവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ട്. ആ പഞ്ചായത്ത് പ്രസിഡൻ്റ് വീട്ടിൽ മാത്രമേ ഫോണുള്ളൂ. ഞാൻ ചെല്ലുമ്പോൾ ഒരു 4-5 പേര് അവിടെ ക്യൂ നിൽക്കുന്നുണ്ടാവും. ക്യൂ എന്ന് പറഞ്ഞാൽ വെറുതെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ സീനിയാരിറ്റിയിൽ ഞാനും ചെന്ന് നിൽക്കും. വിളിച്ചിട്ട് ഇവരെല്ലാം കഴിയുമ്പോൾ ഞാനടുത്ത് കയറുമ്പോൾ ഞാനൊരു ലിസ്റ്റ് വെച്ചിട്ട് കളിക്കും. മറ്റുള്ളവർക്ക് ഒരു മാറ്ററേ ഉണ്ടാവുള്ളൂ. ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്നവർക്ക് ടെൻഷനാണ്, ഇയാൾ വയ്ക്കുന്നില്ലല്ലോ. എല്ലാം പറഞ്ഞ് തീർന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് ലൊക്കേഷനിൽ പോകും. ലൊക്കേഷൻ ചെല്ലുമ്പോഴത്തേക്ക് ഒരു വേറെ 5 കാര്യം പറയുന്നത്. പക്ഷേ നമുക്ക് അന്ന് പിന്നെ ഫോൺ ചെയ്യാനുള്ള ഒരു പവറില്ലെന്ന് വെച്ചാൽ ആകെ 2 വണ്ടിയോ 3 വണ്ടിയോ ഷൂട്ടിങ്ങിന് ഓടുന്നത്, വീണ്ടും പിറ്റേ ദിവസം പോകും. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് നമുക്ക് ഇവിടെ നിന്നിട്ട് ആരെ വേണമെങ്കിൽ എവിടെയും പറഞ്ഞു വിട്ടിട്ട് വിളിച്ച് പറഞ്ഞ് ഓപ്പറേറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു സുഖമുണ്ട്, പക്ഷേ അതിൻ്റെ ബുദ്ധിമുണ്ട്, കെയർലെസ് ഉണ്ട് ശരിക്കും. ഇന്നിപ്പോൾ ഒരു കോസ്റ്റ്യൂമിലായാൽ എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിലോ പ്രോപ്പർട്ടി പറഞ്ഞ് ഏർപ്പെടുത്തി പോകാറുണ്ട്. മറ്റേ ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ച് പറയും. ഇന്നിപ്പോൾ ഇവിടെ പോലും പല കാര്യങ്ങളും ഇവിടെ വന്നിട്ട് വിളിച്ച് പറയുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ കാലഘട്ടത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് വളർച്ചയോടൊപ്പം തന്നെ നല്ലതും ചീത്തയുണ്ട്. തിരിച്ചു 100 കണക്കിന് ഫോൺ നമ്പറുകൾ, ടെലിഫോൺ നമ്പറുകൾ കാണാതെ പറയുമായിരുന്നു. ഇൻഡസ്ട്രിയിൽ ആരുടെ ടെലിഫോൺ നമ്പർ ചോദിച്ചാലും കാണാതെ പറയാറ്. ഇന്ന് ഓർമ്മയുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഫീഡ് ചെയ്യാതെ വിളിക്കുന്ന പല നമ്പറുണ്ട്. അതിപ്പോഴും ഓർമ്മയുണ്ടാവും. ചില നമ്പേഴ്സ് നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫീഡ് കഴിഞ്ഞാൽ പോയി. ഫീഡ് ചെയ്യാതെ പണ്ട് മുതൽ വിളിക്കുന്ന പല നമ്പറുകൾ ഇപ്പോഴും ഫീഡ് ചെയ്യാതെ ഒരുപാട് ആൾക്കാർ നമ്മൾ ഫീഡ് ചെയ്യാത്ത നമ്പറുകളുണ്ട്. അത് നമുക്ക് ഫീഡ് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. എനിക്ക് കൗതുകകരമായി തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ സെറ്റിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ ആരാണെന്ന് അറിയാൻ ഒരു അപരിചിതന് വളരെ എളുപ്പമുള്ളൊരു കാര്യമുണ്ട്. ഫുൾ ടൈം മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ എക്സിക്യൂട്ടീവ്. ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ പുതിയ തലമുറയെ പറ്റി ഞങ്ങൾ ആരാഞ്ഞു. അവരുടെ ധാരണ ലൊക്കേഷൻ രാവിലെ വന്ന് 4 ആർട്ടിസ്റ്റിനെ വിളിച്ചുകൊണ്ടൊന്ന് ഇരുത്തി ഷൂട്ടിങ് കഴിഞ്ഞാൽ പിന്നെ ഒരു കസേരയിട്ട് നിന്ന് മാറിയിരുന്നാൽ ചായ എന്നൊക്കെ പറയുമ്പോൾ കൊണ്ടുവരാനും അടിക്കാനും ഒക്കെ വലിയ ആളായി. സിനിമ അവരുടെ കയ്യിലായി. പിന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു രൂക്ഷമായ നോട്ട് എന്തെങ്കിലുമൊക്കെ പറയുക, അതിനൊരു അസിസ്റ്റൻ്റ് നമുക്ക് വെറുതെ ഫോൺ എടുത്തിട്ട് ഭയങ്കര ബിസി. ഇതെന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് അറിയണ്ട. പുതിയ ആൾക്കാർക്ക് ഒരു മദ്രാസ് വർക്ക് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. പണ്ട് മദ്രാസിലാണല്ലോ എല്ലാ ലാബ് വർക്കും, റീൽ കൊണ്ടുപോകലും ഒപ്റ്റിക്കൽസും ടൈറ്റിലും എല്ലാം മദ്രാസിലാണ്. പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും അത് നല്ല ബൈഹാർട്ടാണ്. പുതിയ ഒരാളോട് എത്ര ക്യാൻ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന തസ്തികയുടെ പ്രാധാന്യവും അർത്ഥവും മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കാണുമല്ലോ. ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ആണ് ആ പ്രൊഡ്യൂസറുടെ. അത് അറിയുന്നവർക്കറിയാം, അറിയാവുന്നവർക്ക് അറിയില്ല എന്നുള്ളതേ ഉള്ളൂ. അതിൽ കൂടാതെ ഒരു മെക്കാനിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായി ഞാൻ കരുതുന്നില്ല.